നമ്മുടെ രാഷ്ട്രപിതാവാരാണ്? മഹാത്മാഗാന്ധി. അദ്ദേഹം ആ ജന്മം എടുക്കാൻ പല ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീ എം കെ രാമചന്ദ്രൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭരണാധികാരിയുടെ മുജ്ജന്മം ഹിമാലയത്തിലെ ഒരു സന്യാസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1948 മഹാത്മാഗാന്ധിജിയുടെ വീരമൃത്യു സംഭവിക്കുന്നത്. അദ്ദേഹം പുനർജന്മം എടുത്തിട്ടുണ്ട്. ലാഹിരി മഹാശയന്റെ ഞാൻ പറഞ്ഞല്ലോ റീബർത്തിന്റെ കാര്യങ്ങൾ, അതിൽ കുറെ പേര് വിമർശിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്ത പ്രവൃത്തി അതറിയാവുന്ന കുറെ പേരുണ്ട്. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ എന്താണെന്ന് നോക്കണം. ഈ സിനിമാ നടൻ ചെയ്ത പ്രവൃത്തികൾ എന്താണ്? കാര്യം ഒരു ജന്മം ഈ ലാഹിരി മഹാശയം പോലും ഈ ലാഹിരി മഹാശയനെ ഒരു കൊട്ടാര സദൃശ്യമായ ജീവിത സാഹചര്യവും ആ ഭക്ഷണമൊക്കെ വേണമെന്ന് പറഞ്ഞ് അത് അവിടെ സൂക്ഷ്മതലത്തിൽ സൃഷ്ടിച്ച് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ക്രിയായോഗ ദീക്ഷ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ പ്രശസ്തമായ പലരും, ഇപ്പോൾ കേരളത്തിലെ പ്രശസ്തമായ സിനിമാ നടന്മാർ, ഇവർ നമ്മളിലൊക്കെ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇവരുടെ പുനർജന്മത്തിന്റെ തുടർച്ചയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഗായത്രി പഠിപ്പിച്ച ആളുണ്ട്. ആരായിരിക്കും? ഏത് ഗുരുവായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഗായത്രി പഠിപ്പിച്ചത്? 11ാം ദിവസമോ 12ാം ദിവസമോ ഇവർ ആ പ്രസൻസ് ഫീൽ ചെയ്യും മരുമകൾ. പക്ഷെ അത് അവർക്ക് താങ്ങാൻ പറ്റില്ല. ആ എനർജി അവർക്ക് താങ്ങാൻ പറ്റില്ല. കാര്യം ആ സൗണ്ടോ എന്തോ അവർ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമെന്ന് ചോദിച്ചു ചെയ്യാൻ പറഞ്ഞു. ഇന്ന് തന്നെ ഇവർ ഇവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. ആ വീട്ടിൽ അവിടെ ഒരു എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞാൽ ഇത്രയും സീരിയസ്. ഞാൻ പറഞ്ഞു നിങ്ങൾ മാറ്റി. പുനർജന്മത്തിന്റെയാണ് ജനിച്ചത്. അതിന്റെ മാനറിസങ്ങളുണ്ട്, സ്വഭാവങ്ങളിൽ ആ മാനറിസങ്ങളുണ്ട്. അതിലും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഞങ്ങളുടെ ഈ ഒരു 3 മാസമാകുമ്പോൾ അമ്പലത്തിൽ കൊണ്ട് തൊഴിക്കും. ആ ഈ 3 മാസം പ്രായമുള്ള കുട്ടി എന്നെ കാണുമ്പോഴേ അതിങ്ങനെ തൊഴുകയാണ്. വിശ്വസിക്കൂ. നമുക്കും പോകാൻ പറ്റുന്നില്ല. കോവിഡിന്റെ സമയമാണ്, റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ള സമയമാണ്. അവരിത് ചെയ്ത് കല്യാണം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിലൂടെ വരും. അപ്പോൾ ഇവരോട് പറഞ്ഞു എന്ത് ഒരു കാരണവശാലും നിങ്ങൾ തളരരുത്. എന്ത് പരീക്ഷണം വന്നാലും ഇവരുടെ ജീവൻ പോവുകയല്ലേ, ഇവർ കല്യാണം കാണാം. നിങ്ങൾ മണ്ഡപത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതുപോലെ മണ്ഡപത്തിൽ വെച്ചും ശ്വാസം മുകളിൽ കൊണ്ടുപോയി. ആ സമയത്ത് 20 പേർക്ക് മറ്റായിരുന്നു റെസ്ട്രിക്ഷൻ കല്യാണത്തിന്. അവിടെ ചെന്ന് കല്യാണം കണ്ട് 20 ദിവസം ഇവരുടെ ഈ കൊച്ചുമാൻ്റെയും കൊച്ചുമകളുടെയും കൂടെ അവർ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ മരിച്ചത്. അപ്പോൾ ഈ എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അത് മുക്തിപഥം എന്നുള്ള ഗ്രൂപ്പാണ്. ഈ മുക്തിപഥം ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയ അറിവുകൾ വെച്ചും എൻ്റെ ഗുരു പറഞ്ഞത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു മരണം സംഭവിക്കുമ്പോഴത്തേക്കും ഉള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. ഒരു മരണം സംഭവിക്കുമ്പോൾ നമുക്ക് തന്നെ ഇതറിയാം. ഈ സോക്രട്ടീസിന്റെ കാര്യം കേട്ടിട്ടുണ്ടോ? സോക്രട്ടീസ് ലാസ്റ്റ് പറയുന്നുണ്ടെന്ന്, എൻ്റെ കാല് വരെയും കാലിന്റെ മുകളിലേക്കാണ് ഞാനുള്ളത്. ഇങ്ങനെ സെൻസ് പോയി ഇതാവും. പോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരാൾ മരണപ്പെടാൻ ആ രീതിയിലുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആദ്യം കാലിൽ നോക്കും. കാല് തണുത്ത് ഇങ്ങനെ മുകളിൽ വന്നിട്ട് അതുപോലെ ഇവരും ഇവരുടെ ഇങ്ങനെ തണുത്ത് ഇവരിങ്ങനെ കൈകൊണ്ട് ലാസ്റ്റ് മരുമകൾ ഇവരോട് കാണിക്കുന്നു പോകുന്നു. വീട്ടിൽ തന്നെ ഇരുന്നാണ് അവര് മരിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവരുടെ പ്രാണം പോട്ടെ എന്ന് പറഞ്ഞ് അവസാനം അവരിങ്ങനെ കൈ കാണിച്ചിട്ട് ബോധം പോവുകയായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. മകളും മരുമകൻ. അപ്പോൾ ഒരിടയ്ക്ക് ഈ മരുമകളുടെ ഇവര് ഇട്ട ഒരു മൂക്കുത്തിയ ചെവിയിലിടുന്നതോ മറ്റേ പഴയ സ്റ്റൈലുള്ളത്. അപ്പൊ ഈ ഇവരുടെ മരുമകളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഈ മരിച്ചവരുടെ മരുമകളുടെ അമ്മ പറഞ്ഞു നേടി അത് എന്തായാലും നിങ്ങൾ ആരും ഉപയോഗിക്കുകയല്ല, പണ്ടത്തെ ആൾക്കാർ ഇടുന്നതാണ്, അത് എനിക്ക് തന്നേക്ക്, ഞാൻ വില തരാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവർ ഉരുക്കി ഉപയോഗിക്കണം. പെണ്ണെ പറഞ്ഞ് ആ തരാം അമ്മ എന്ന് പറഞ്ഞ് ഇവരത് എങ്ങാണ്ട് ഇവിടെ കൊടുത്ത് അത് ക്ലീൻ ചെയ്യിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്തു. ഇത് ഞാൻ അറിയുന്നില്ല. ഇത് കൊടുത്ത് ആ രാത്രി ഇത് ഇട്ടിട്ട് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആരോ അടുത്ത് നിൽക്കുന്ന ഇതാണെന്നുള്ള ഫീലിങ് മനസ്സിലായത്. എന്നാൽ ഈ അമ്മയെന്ന് പറഞ്ഞാൽ നല്ല ധൈര്യമുള്ള ആളാണ്, അത്ര പേടിയുള്ള ആളൊന്നുമല്ല. ഇത് പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു. എഴുന്നേറ്റപ്പോഴേ പറഞ്ഞു, എടി നിന്റെ അമ്മായിയമ്മയുടെ ഇതും വേണ്ട, ചെവിയുടെ ഇതും വേണ്ട, നീ കാശെപ്പോഴാണെന്ന് ചോദിച്ചാൽ തിരിച്ചു തന്നാൽ നീ കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് തന്നെ എത്തിച്ചു. അപ്പൊ എന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനാ കൊടുക്കാൻ പോയത്, എന്നോട് പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചമ്മ. അത് കൊച്ചുമോള് വരുന്ന ആൾക്ക് ഇവർക്ക് 2 ആമക്കളാണ് ഈ മകന്. അപ്പൊ അവർക്കുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാ കൊടുക്കാൻ പോയെന്ന് ചോദിച്ചു. അത് അവിടെ വെച്ചോളാൻ പറഞ്ഞു. അവിടെ ഇടുന്നില്ലെങ്കിൽ അത് വെച്ചോളാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അവരുടെ മകൻ ജോലി സംബന്ധമായിട്ട് വേറൊരു നാട്ടിലാണ്. അപ്പൊ ഒരു ദിവസം ഈ
മകളുടെ ഈ മരിച്ചവരുടെ കൊച്ചുമോളുടെ അമ്മ, അമ്മൂമ്മ, ഇവർ 3 പേരും വന്നു. ഇവർ 2 പേരും വന്നു. അപ്പോൾ 2 ദിവസം ഇവിടെ താമസിക്കാമെന്നും പറഞ്ഞിട്ട് വന്നതാണ്. വന്ന സമയത്ത് മുകളിൽ ഇവരുടെ ബെഡ്റൂമിൽ 3 പേരും കൂടി വലിയ കട്ടിൽ അവിടെ കിടക്കാൻ തീരുമാനിച്ചു. കിടന്നു കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും അമ്മയും അമ്മൂമ്മയും കൂടി ഒച്ച എടുത്ത് എഴുന്നേറ്റ്. ആരോ ഇവരെ തോണ്ടി വിളിക്കുന്നോ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നോ എന്ന് പറഞ്ഞ് ഓടി താഴെ വന്നു. ഇവർ ആരോ അവിടെ ഞങ്ങളെ കിടക്കാൻ സമ്മതിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു. ഈ കൊച്ചുമോൾ ഇതൊന്നും അറിയുന്നില്ല, അവള് സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഈ ബഹളം കേട്ടാണ് അവള് ഉണരണത്. ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് താഴെ വന്ന് എല്ലാവരും കൂടിയാണ് കിടന്നത്. അപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണ് സംഭവം, ഇങ്ങനെ ഇതെന്താണ്. ഞാൻ പറഞ്ഞ് അത് ഞാനിനി വരുമ്പോൾ അത് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. ഇവര് അമ്മ മരിച്ചല്ലേ, പെട്ടെന്ന് മരിച്ചു. അപ്പൊ ഇവരും പറയാണ്, ചേട്ടാ അമ്മ അന്ന് മരിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, അത് ഭയങ്കര വിഷമായി പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചിലത് കിട്ടും, എല്ലാം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ് നിങ്ങൾ 12-നുള്ളിൽ അമ്മൂമ്മയെ കാണുമെന്ന് പറഞ്ഞു. അമ്മൂമ്മയുടെ എന്തെങ്കിലും പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. 11-ാം ദിവസമോ 12-ാം ദിവസമോ ഇവർ ആ പ്രസൻസ് ഫീൽ ചെയ്തു, മരുമകൾ. പക്ഷെ അത് അവർക്ക് താങ്ങാൻ പറ്റില്ല, ആ എനർജി അവർക്ക് താങ്ങാൻ പറ്റില്ല. കാര്യം ആ സൗണ്ടോ എന്തോ അവര് ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. ഈ എന്നെ ഇങ്ങനെ വന്ന് പേടിപ്പിക്കരുതെന്ന് പറഞ്ഞ് തൊഴുതു എന്നാണ് പറയുന്നത്. നമുക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അതിനൊരു പരിമിതികളുണ്ട്. മറ്റത് അവരെങ്ങനെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കാര്യം ആദ്യമായിട്ടാണ് ഈ മരുമകൾ മനസ്സിലാക്കട്ടെ വന്നു എന്നുള്ളത്. അതെന്തോ സൗണ്ടോ എന്തോ ആയി, അവര് പറയുന്നുണ്ട് എന്തോ സംഭവിച്ചു. അയ്യോ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ അമ്മയെന്ന് പറഞ്ഞ് പിന്നെ അത് നിന്നു. അത് ഒരിക്കലും വന്ന് ഇനി എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഒരു ചടങ്ങിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് പോയ സമയത്ത് അപ്പോൾ അവര് പറഞ്ഞിങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തേങ്ങ എടുക്കാൻ പറഞ്ഞു. ഈ തേങ്ങ മറ്റേ മുഖം ഇതുള്ള തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനർജി അറിയാൻ പറ്റും. അപ്പോൾ ഈ ബെഡ്റൂമിൽ കൊണ്ടുപോയി. ബെഡ്റൂമിൽ പോയി അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ എനർജി നമുക്ക് ഫീൽ ചെയ്തു. പക്ഷെ നമുക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയുള്ളവർക്ക്. അപ്പോൾ തേങ്ങ വെച്ച് നോക്കിയപ്പോൾ ആ എനർജി കണ്ടു. അപ്പോൾ ഈ അമ്മയുടെ അടുത്തും ഈ മരിച്ചവരുടെ മരുമകളുടെ അടുത്തും പറഞ്ഞു, നിങ്ങൾ തേങ്ങ കയ്യിൽ വെച്ചോ, എന്നിട്ട് അവര് നമ്മളെ എനർജി പാസ് ചെയ്യുമ്പോൾ ഈ തേങ്ങ ആ പ്രസൻസ് കാണിക്കും. അത് കാണിച്ചു അവർക്കും തൃപ്തിയായി. അത് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ മരുമകള് പീരീഡ്സ് ആയില്ല, മനസ്സിലായ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവിടെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുമകളുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അവര് മരുമകളുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ് ഒരു സൂചന തന്നു. അപ്പോൾ ആ മരുമകളുടെ വീട്ടിൽ പോയ ഒരു അനുഭവം ഞാൻ ഇതിനു മുമ്പ് രാഹുലുമായിട്ടുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിന്നെ ആ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ അമ്മയും അമ്മൂമ്മയും അവിടെയുണ്ട്. അപ്പോൾ അമ്മ വളരെ അവശതയിലാണ്, ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മ ഇവരുടെ കുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് 3-4 മാസങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ പറഞ്ഞ് ഇവരോട് ചോദിച്ചു, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമെന്ന് ചോദിച്ചു. ചെയ്യാന്ന് പറഞ്ഞു. ഇന്ന് തന്നെ ഇവർ ഇവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. ആ വീട്ടിൽ അവിടെ ഒരു എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞാൽ ഇത്രയും സീരിയസ്. ഞാൻ പറഞ്ഞു നിങ്ങൾ മാറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്ന അമ്മേനെ. ആദ്യം ഇവര് 2 പേരും വന്ന് പേടിച്ചു എന്ന് പറഞ്ഞില്ലേ, റൂമിൽ നിന്ന് പേടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മരുമകന് കേരളത്തിലേക്ക് വേറൊരു ജോലി കിട്ടി വന്നു, ഇവരുടെ മകൻ, ഈ മരിച്ചവരുടെ കൊച്ചുമൻ. അപ്പോൾ വന്ന് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ഈ അമ്മേനെ, ഈ മരുമകളുടെ അമ്മേനെ അമ്മൂമ്മേനെ അവിടെ നിർത്തി. പിന്നെ ഈ കുട്ടി ജനിച്ചു. ഇവർക്ക് വേറൊരു കുട്ടി ജനിച്ചത് ഈ അമ്മൂമ്മയുടെയാണ്. പുനർജന്മത്തിന്റെയാണ് ജനിച്ചത്. അതിന്റെ മാനറിസങ്ങളുണ്ട്, സ്വഭാവങ്ങളിൽ ആ മാനറിസങ്ങളുണ്ട്. അതിലും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഞങ്ങളുടെ ഈ ഒരു 3 മാസമാകുമ്പോൾ അമ്പലത്തിൽ കൊണ്ടെത്തൊഴിക്കും. അപ്പൊ ഈ അമ്മൂമ്മ എൻ്റെ വോയിസ് കംപ്ലീറ്റ് കേട്ടോണ്ടിരുന്നതാണ്. അമ്മൂമ്മേനെ ഞാൻ കണ്ടിട്ട് കുറെ വർഷങ്ങളായി. അപ്പോ ഇവരുടെ ഈ പെൺകുട്ടിയുടെ നാട്ടിലെ ഒരു കൃഷ്ണൻ അമ്പലത്തിലാണ് തൊഴിക്കാൻ. അപ്പൊ പറഞ്ഞ് ചേട്ടനും വരണം. അതിനെന്ന് പറഞ്ഞ് ഞാനും വൈഫും ഒക്കെ പോയി. ഈ 3 മാസം പ്രായമുള്ള കുട്ടി എന്നെ കാണുകയാണ്. കാണുമ്പോഴേ അതിങ്ങനെ തൊഴുകയാണ്. വിശ്വസിക്കൂ, എനിക്ക് ആവശ്യം. ഞാനൊക്കെ ചോദിച്ചു ഈ കുട്ടി ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഇവരും അതിശയ, ആ കുട്ടി അങ്ങനെ ചെയ്യാറില്ല, ഇതെന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ആ സോള് മനസ്സിലാക്കി. ഞാൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇത് ചെയ്തു, മനസ്സിലായ. ആ കുട്ടി തൊഴുത് ഇത് പിന്നെ ആ മാനസങ്ങളാണ് ആ കുട്ടിക്ക്. അവർക്ക് എന്താണ് ഇഷ്ടം? എരിവാണ് ഇഷ്ടം. ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എരിവാണ്.
പായസത്തിനേക്കാളും കൂടുതൽ ഇട്ട എരിവാണ്. ആ കുട്ടി ഇപ്പൊ 2.5-3 വയസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഷോർട്ട് സ്പാനിൽ ഈ പുനർജന്മം സംഭവിക്കും? അവർക്ക് തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കും. ഓക്കെ. ഈ ചില ആളുകള് ഇപ്പോ നമ്മള് ജീവനുള്ളപ്പോ തന്നെ പറയും അടുത്ത ജന്മത്തിൽ ഇങ്ങനെയായി ജനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും? തീവ്രമാണെങ്കിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാധിക്കും. ഞാനിപ്പോ എന്റെ വിശ്വാസം പറയട്ടെ. എന്റെ വിശ്വാസമല്ല, എനിക്ക് കിട്ടിയ സൂചനകൾ അനുസരിച്ച് നമ്മുടെ രാഷ്ട്രപിതാവാരാണ്? മഹാത്മാഗാന്ധി. അദ്ദേഹം ആ ജന്മം എടുക്കാൻ പല ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ ശ്രീ M.K. രാമചന്ദ്രൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭരണാധികാരിയുടെ മുജ്ജന്മം ഹിമാലയത്തിലെ ഒരു സന്യാസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഭരണാധികാരിയല്ല, ഇതിനു മുമ്പ്. അത് ജസ്റ്റ് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. കുംഭമേളയ്ക്ക് ശേഷം പറയാന്ന് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചാൽ എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ 1948 മഹാത്മാഗാന്ധിജിയുടെ വീരമൃത്യു സംഭവിക്കുന്നത്. അദ്ദേഹം പുനർജന്മം എടുത്തിട്ടുണ്ട്. അത് അറിയില്ല, ഇതിന്റെ താഴെ വന്ന ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. അദ്ദേഹം പുനർജന്മം എടുത്തിട്ടുണ്ട്. ആയിരിക്കാം. അല്ല, ഞാൻ പറയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് കറക്റ്റ് 10 മാസം കഴിയുമ്പോൾ അദ്ദേഹം വേറെ പുനർജന്മം എടുത്തു എന്നാണ് എനിക്കറിയുന്നത്. അതുപോലെ ആർക്കെങ്കിലും അങ്ങനത്തെ സൂചനകൾ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പേര് ഇതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്തേക്കും. ഇപ്പൊ ഞാൻ ലാഹിരി മഹാശയന്റെ ഞാൻ പറഞ്ഞല്ലോ റീബത്തിന്റെ കാര്യങ്ങൾ, അതിൽ കുറെ പേര് വിമർശിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്ത പ്രവൃത്തി അതറിയാവുന്ന കുറെ പേരുണ്ട്. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ എന്താണെന്ന് നോക്കണം. ഈ സിനിമാ നടൻ ചെയ്ത പ്രവൃത്തികൾ എന്താണ്? കാര്യം ഒരു ജന്മം ഈ ലാഹിരി മഹാശയം പോലും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അവിടെ മഹേശ്വർനാഥ് ബാബാജിയാണ്. ഈ മഹേശ്വർനാഥ് ബാബാജി ശ്രീ എമ്മിന്റെ ഗുരുവാണ്. ശ്രീ എമ്മിന് 9 വയസ്സുള്ളപ്പോൾ വന്ന് തിരുവനന്തപുരത്തെ വീട്ടിൽ വന്ന് കണ്ട ആളാണ് ഈ മഹേശ്വർനാഥ് ബാബാജി. ഇദ്ദേഹം ശ്രീ എം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഹിമാലയത്തിലേക്ക് പോവുകയായിരുന്നു. ഋഷികേശിൽ ഇദ്ദേഹം ഇങ്ങനെ പോവുകയാണ്, വേറൊരു ഇതിൽ വീട്ടുകാരോട് പോലും പറയാണ്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് വായിച്ചാൽ അവിടെ ചെന്നിട്ട് അദ്ദേഹം ഒരു ഗുഹയിൽ ചെന്ന് കഴിയുമ്പോൾ വന്ന് കാണുന്ന ഈ മഹേശ്വർനാഥ് ബാബാജിയാണ്. ഈ മഹേശ്വർനാഥ് ബാബാജി അപ്പോൾ കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. ഈ ലാഹിരി മഹാശയനെ അവിടെ എത്തിച്ച കാര്യമെല്ലാം കുറെ പറയുന്നുണ്ട്. മനസ്സിലായി, നമ്മുടെ യുക്തിക്ക് ഇത് നിരക്കുകയായിരിക്കും, പക്ഷെ ഇത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കുറെ കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, ആഡംബരത്തിന്റെ കാര്യമൊന്നും പറയരുതെന്ന് ബാബാജിയുടെ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലാഹിരി മഹാശയന് ഒരു കൊട്ടാര സദൃശ്യമായ ജീവിത സാഹചര്യവും ആ ഭക്ഷണമൊക്കെ വേണമെന്ന് പറഞ്ഞ് അത് അവിടെ സൂക്ഷ്മതലത്തിൽ സൃഷ്ടിച്ച് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ക്രിയായോഗ ദീക്ഷ കൊടുക്കുന്നത്. അത് ആ ബുക്കിൽ വായിച്ചാൽ അറിയാം. അത് ആരുടെ ബുക്കാണെന്ന് പറയാൻ പറ്റില്ല. ഈ 3-4 ബുക്കുകൾ വായിക്കണം. അദ്ദേഹം ആ ഒരു തലത്തിൽ നിന്റെ വിശപ്പ് മാറാനായിട്ട് നീ ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെയാണ് ഇദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കണം ലാഹിരി മഹാശയൻ. അപ്പൊ ഇവരെ ഇപ്പോ നമ്മൾ പറയുന്ന ഈ പ്രശസ്തമായ പലരും, ഇപ്പോ കേരളത്തിലെ പ്രശസ്തമായ സിനിമാ നടന്മാർ, ഇവര് നമ്മളിലൊക്കെ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇവരുടെ പുനർജന്മത്തിന്റെ തുടർച്ചയാണ് അല്ലേ? ഇപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഗായത്രി പഠിപ്പിച്ച ആളുണ്ട്. ആരായിരിക്കും? ഏത് ഗുരുവായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഗായത്രി പഠിപ്പിച്ചത്? അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. പോരെ?